കേരളത്തിന്റെ തീരപ്രദേശത്ത് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഫോർട്ട് കൊച്ചി കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു തുറന്ന മ്യൂസിയമാണ്. 1341-ൽ പെരിയാറിലുണ്ടായ ഭീകരമായ പ്രളയത്തിന് ശേഷമാണ് കൊച്ചി ഒരു പ്രകൃതിദത്ത തുറമുഖമായി മാറിയത്. അന്ന് മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഈ തീരമണഞ്ഞു. ചൈനക്കാരും അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഈ മണ്ണിൽ തങ്ങളുടെ മുദ്രകൾ പതിപ്പിച്ചു മടങ്ങി. ഇന്നും ഫോർട്ട് കൊച്ചിയിലെ ഓരോ ശിലാഫലകങ്ങളിലും ആ പഴയ കാലത്തിന്റെ ഗന്ധം അവശേഷിക്കുന്നുണ്ട്. യാത്ര തുടങ്ങുന്നത് കടൽത്തീരത്തെ ചീനവലകൾക്ക് അരികിലൂടെയാകാം. 14-ാം നൂറ്റാണ്ടിൽ ചൈനീസ് ചക്രവർത്തി കുബ്ലൈ ഖാന്റെ ഭരണകാലത്ത് ഇവിടെ എത്തിയതെന്ന് കരുതപ്പെടുന്ന ഈ വിചിത്രമായ വലകൾ ഇന്നും കായൽ പരപ്പിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു. വൈകുന്നേരങ്ങളിൽ അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ ഈ വലകൾക്കിടയിലൂടെ കടൽ ചുവപ്പിക്കുമ്പോൾ കാണുന്ന കാഴ്ച വിവരണാതീതമാണ്. വ്ളോഗർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയപ്പെട്ട ഈ ദൃശ്യം കൊച്ചിയുടെ അടയാളം കൂടിയാണ്. അവിടെ നിന്ന് തെല്ലൊന്ന് നടന്നാൽ നാം എത്തുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ യൂറോപ്യൻ പള്ളിയായ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ്. 1503-ൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ ദേവാലയത്തിന്റെ തറയിലാണ് പ്രശസ്ത സഞ്ചാരി വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയെങ്കിലും ആ കല്ലറ ഇന്നും അവിടെ സംരക്ഷിക്കപ്പെടുന്നു. തൊട്ടടുത്തുള്ള സാന്താക്രൂസ് ബസിലിക്കയാകട്ടെ, അതിന്റെ ആകാശം തൊട്ടുനിൽക്കുന്ന ഗോപുരങ്ങളും അകത്തെ മനോഹരമായ ചുവർച്ചിത്രങ്ങളും കൊണ്ട് നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കും. യഥാർത്ഥ കൊച്ചിൻ വൈബ് ആസ്വദിക്കണമെങ്കിൽ പ്രിൻസസ് സ്ട്രീറ്റിലൂടെ ഒരു നടത്തം അനിവാര്യമാണ്. ഇരുവശങ്ങളിലും പഴയ കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, നിറപ്പകിട്ടാർന്ന പൂക്കൾ പടർന്ന മതിലുകൾ, പിന്നെ പാതയോരങ്ങളിലെ മനോഹരമായ കഫേകൾ. കാശി ആർട്ട് കഫേ പോലെയുള്ള ഇടങ്ങളിൽ ഇരുന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു യൂറോപ്യൻ നഗരത്തിന്റെ മടിത്തട്ടിലെന്ന പോലെ ശാന്തത അനുഭവിക്കും. അല്പം കൂടി മുന്നോട്ടു പോയാൽ മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിലേക്കും സിനഗോഗിലേക്കും പ്രവേശിക്കാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കടുപ്പമേറിയ മണം തങ്ങിനിൽക്കുന്ന ഈ തെരുവുകൾ പണ്ട് കാലത്ത് ലോകവ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൂതപ്പള്ളിയും അതിലെ ചൈനീസ് ടൈലുകളും പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് സമ്മാനിച്ച മട്ടാഞ്ചേരി കൊട്ടാരവും കാണുമ്പോൾ പഴയ കാലത്തെ പ്രൗഢി നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. കലയുടെയും ആഘോഷങ്ങളുടെയും നാട് കൂടിയാണ് ഫോർട്ട് കൊച്ചി. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കൊച്ചി മുസിരിസ് ബിനാലെ ഈ പ്രദേശത്തെ ഒരു അന്താരാഷ്ട്ര കലാവേദിയാക്കി മാറ്റുന്നു. ഡിസംബറിലെ കൊച്ചിൻ കാർണിവലും പുതുവർഷപ്പിറവിയിൽ ആകാശത്തേക്ക് തീജ്വാലകൾ പടർത്തി കത്തിയമരുന്ന പടുകൂറ്റൻ പാപ്പനിയും ജനലക്ഷങ്ങളെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നത്. കടൽക്കാടേറ്റ് പുരാതനമായ വീഥികളിലൂടെയുള്ള ഈ സഞ്ചാരം അവസാനിക്കുമ്പോൾ ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ ഒരു തിരിച്ചറിവുണ്ടാകും: ഫോർട്ട് കൊച്ചി എന്നത് വെറുമൊരു സ്ഥലമല്ല, അത് മനുഷ്യ സംസ്കാരങ്ങളുടെയും ചരിത്രത്തിന്റെയും അതിമനോഹരമായ ഒരു സംഗമഭൂമിയാണ്. ഒരു വ്ളോഗിലൂടെയോ കുറിപ്പിലൂടെയോ മാത്രം ഒതുക്കി തീർക്കാൻ കഴിയാത്ത അത്രയും കഥകൾ ഈ മണ്ണിൽ ഇനിയും ബാക്കിയുണ്ട്.